वतन मेरे आबाद रहे तू, है वतन वतन मेरे आबाद रहे तू। मैं जहाँ रहूँ जहाँ मैं याद रहे तू, मैं जहाँ रहूँ जहाँ मैं याद रहे तू। है वतन मेरे वतन। അക്ഷര കോളേജ് വടക്കേകാട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെയും ആത്മാഹുതിയുടെയും ഫലമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ? സ്വാതന്ത്ര്യമില്ലാത്തത് കവികൾ പാടിയിട്ടുണ്ട്, പാരതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകം. അപ്പൊ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം. ഇൻട്രൊഡക്ടറി ഇക്കണോമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ചാപ്റ്ററാണ് നമ്മളിവിടെ ഇന്ന് തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രൽ ബാങ്ക്, അതിന്റെ മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോള്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്. വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ്? Public finance which deals with the finance of the public, that is, it deals with income and expenditure of the public. What is public? Public refers to the central government, state government, local authority, etc. ഒരു രാജ്യത്തിന്റെ അതോറിറ്റികൾ ആരാണെങ്കിൽ അവരാണ് പബ്ലിക്. പബ്ലിക് ഫിനാൻസ് എന്താന്ന് മനസ്സിലായില്ലേ? പബ്ലിക് ഫിനാൻസിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് ജെയിം കെയ്ൻസിന്റെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936 പബ്ലിഷ് ചെയ്തു. അതിനുശേഷമാണ് പബ്ലിക് ഫിനാൻസ് കൂടുതൽ പ്രചാരം നേടിയത്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ പബ്ലിക് ഫിനാൻസിനെ കുറിച്ച് വേണ്ടത്ര അതിന്റെ റോളിനെ കുറിച്ച് താല്പര്യം കൊടുത്തിട്ടില്ല. ക്ലാസിക്കൽസിന്റെ അഭിപ്രായത്തില് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഈസ് നോട്ട് നെസസറി. ഗവൺമെന്റ് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നുള്ള ഒരു വീക്ഷണഗതിയായിരുന്നു. ജെബിസെ, ആഡം സ്മിത്ത്, റിക്കാർഡോ തുടങ്ങിയിട്ടുള്ള ഇക്കണോമിസ്റ്റുകള് ലേസേഴ്സ് ഫെയർ ഇക്കോണമി, ലേസേഴ്സ് ഫെയർ എന്താ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ലേസേഴ്സ് ഫെയർ, സ്വതന്ത്ര വ്യാപാരം. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഈസ് നോട്ട് നെസസറി. എന്നാൽ ആധുനിക സമൂഹത്തിൽ സ്റ്റേറ്റിന്റെ റോള് നിർബന്ധമാവുകയും ജനക്ഷേമത്തിനു വേണ്ടി ഗവൺമെന്റ് പ്രവർത്തിക്കാനും തുടങ്ങിയപ്പോഴാണ് പബ്ലിക് ഫിനാൻസിന് ഇമ്പോർട്ടൻസ് കൂടിയത്. പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വരുമാനവും ചെലവും തമ്മിലതിനെ കുറിച്ചുള്ള ഡീലിങ്സ് തന്നെ. ഇതില് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് പബ്ലിക് ഫിനാൻസിൽ ഏതൊക്കെയാണ് പബ്ലിക് ഫിനാൻസുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ? പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, എക്സെട്ര. പബ്ലിക് റവന്യൂ നമുക്ക് നോക്കാം. പൊതു വരുമാനം, പൊതു മീൻസ് ഇവിടെ ഗവൺമെന്റ് വരുമാനമാണ് പബ്ലിക് റവന്യൂ. ഗവൺമെന്റിന് ഇൻകം വരുന്ന സോഴ്സുകൾ മെയിൻലി ടു ടൈപ്പ്: ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ. ടാക്സ് തന്നെ ടു ടൈപ്പ് പഠിക്കാനുണ്ട്: ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഒരു വ്യക്തിയിൽ നേരിട്ട് ഇമ്പോസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ടാക്സും. ഇൻഡയറക്റ്റ് ആയിട്ട്
ഇമ്പോസ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ്. എന്താണ് ടാക്സ്? ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെന്റ്. അല്ലേ? ടാക്സ് കമ്പൽസറി ആണ്. ഗവൺമെന്റിലേക്കുള്ള ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു വരുമാനമാണ് ടാക്സ്. ടാക്സിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല. ടാക്സിന്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ, ക്യാരക്ടർ പറയുകയാണെങ്കിൽ, ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെന്റ്. ദർ ഈസ് നോ ഡയറക്റ്റ് ഗുഡ് പ്രോക്കോ. നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. ടാക്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നികുതിയുടെ ടാക്സ് പെയർ ഡയറക്റ്റ് ആയിട്ട് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല. ടാക്സ് അതായത് ടാക്സിൽ നിന്ന് ഒഴിവാകുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ്. റിഫ്യൂസൽ ഓഫ് ടാക്സ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. ടാക്സ് ടൈമിൽ ഒരു പീരിയഡിലാണ് അടയ്ക്കുന്നത്. ടാക്സ് മസ്റ്റ് ആണ്, കമ്പൽസറി ആണ്. ടാക്സ് എല്ലാവരും പേ ചെയ്യേണ്ടതാണ്. ടാക്സ് നിന്ന് ആർക്കും ഒഴിയാൻ പാടില്ല. അത് ടാക്സ് ഇവേഷൻ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഈ ടാക്സ് എന്തിനു വേണ്ടിയാണ്? എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്? മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ അല്ലെ? ഗവൺമെന്റ് നമുക്ക് ഒരുപാട് വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പബ്ലിക്കിന്. അപ്പൊ ഇതിനൊക്കെ ഗവൺമെന്റിന് എവിടെ നിന്നാണ് ഇൻകം? ഗവൺമെന്റിന്റെ സോഴ്സ്, വരുമാനത്തിന്റെ സ്രോതസ് ഏതാണ്? ഗവൺമെന്റിന്റെ സോഴ്സ് ടാക്സും നോൺ ടാക്സും തന്നെയാണ്. അപ്പോ അല്ലാതെ ഗവൺമെന്റ് വേറെ രീതിയിലൊന്നും ഗവൺമെന്റിന് പണം വരുന്നില്ല. അപ്പൊ ടാക്സിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഓർ ഇൻകം. ഗവൺമെന്റിന്റെ മെയിൻ സോഴ്സ് ആണ് ടാക്സ്. ടാക്സ് പേ ചെയ്യുമ്പോൾ നമുക്കത് പേ ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ടാക്സ് പേ ചെയ്യുന്നത്? ഇന്ത്യൻ പൗരനാണ് നമ്മൾ. ഓരോ പൗരനും അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നമ്മളോടായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യും. ടാക്സ് എല്ലാവർക്കും ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ടാക്സ് പേയ്മെന്റ് അല്ലെ? ടാക്സ് ഓരോ ടാക്സ് അടയ്ക്കേണ്ട ഓരോ ടൈമിലാണ് ടാക്സ് അടയ്ക്കുന്നത്. ടാക്സ് പിരിച്ചെടുക്കുന്നത്, റിസീവ് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫേവർ ആയിട്ടുള്ള ടൈമിലായിരിക്കും. ടാക്സ് റിച്ച് ആയിട്ടുള്ളവർക്ക് ടാക്സ് ബേർഡൻ ഹൈ ആയിരിക്കും. അതേപോലെ പൂർ ആയവർക്ക് ടാക്സ് ബേർഡൻ ലോ ആയിരിക്കും. ഇനീക്വാളിറ്റി കുറയ്ക്കുക, ഇൻകം ഡിസ്ട്രിബ്യൂഷനിലെ ഇനീക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാനാണ്, കുറച്ചു കൊണ്ടുവരാനാണ് ടാക്സ് സിസ്റ്റം. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ പ്രൊഡക്റ്റീവ് പർപ്പസ്, ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ടാക്സ് നിർബന്ധമാണ്. ടാക്സ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് അതായത് ഉൽപ്പന്നം, ടാക്സിലൂടെ തന്നെയാണ്. ടാക്സ് പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങുന്നു, പൊതുജനങ്ങളിലേക്ക് അത് നൽകുന്നു. രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഒരു ബാലൻസ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് ടാക്സ് സിസ്റ്റം മസ്റ്റ് ആണ് എന്നാണ് ആധുനിക ഇക്കണോമിസ്റ്റുകളുടെ വാദം. ടാക്സിന്റെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ടാക്സ് എങ്ങനെയുള്ളതായിരിക്കണം, ഒരു ഗുഡ് ടാക്സ് സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ഒരു ഗുഡ് ടാക്സ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും നോക്കാം. A good tax system must be socially applicable, social advantage. സമൂഹത്തിന് ഗുണം ഉണ്ടായിരിക്കണം. Second, it should be applicable to all.
അതായത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ടാക്സ് സിസ്റ്റം ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഇറ്റ് ഷുഡ് ബി റിക്വയർഡ് ടു ഏൺഡ് റവന്യൂ. ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടാക്സ് സിസ്റ്റം ആയിരിക്കണം. ടാക്സ് ഷുഡ് ബി മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം. Tax system should be maximum social advantage. It should be economic growth and development. It should be equitable distribution of income and wealth, etc. അപ്പോൾ ഒരു നല്ല ടാക്സ് സിസ്റ്റം ആണെങ്കിൽ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. Next, the principles or canons of taxation. Canon means principles അല്ലെങ്കിൽ റൂള്. ഒരു ടാക്സ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ടാക്സ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ആഡം സ്മിത്ത് ആണ്. ഒരു നല്ല ടാക്സിന് ഉണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഇതാണ് കാനൺ ഓഫ് ടാക്സേഷൻ. ഫസ്റ്റ് പോയിന്റ്, ദ കാനൺ ഓഫ് ഇക്വാളിറ്റി. കാനൺ ഓഫ് ഇക്വാളിറ്റി, തുല്യത, സമത്വം. നികുതി പിരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഓൾ ആർ ഈക്വൽ ആണ്. നികുതി ഭാരം സമ്പന്നർക്ക് ഉയർന്ന തോതിലും പാവപ്പെട്ടവർക്ക് ചുരുങ്ങിയ ഭാരവും അതായത് ബേർഡൻ നൽകണമെന്നാണ് ഇത് ആവശ്യപ്പെടുന്നത്. സെക്കൻഡ്, കാനൺ ഓഫ് കൺവീനിയൻസ്. ടാക്സ് പേ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതിനും കൺവീനിയന്റ് ആയിരിക്കണം. അതായത് നികുതി നൽകുന്നവർക്കും നികുതി പിരിക്കുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള സമയങ്ങളിലും അനുയോജ്യമായ റേറ്റുകളിലും നികുതി പിരിക്കണം. ഇതാണ് കൺവീനിയൻസ്. നെക്സ്റ്റ്, കാനൺ ഓഫ് സെർട്ടനിറ്റി. നികുതി പിരിക്കുന്നതും നികുതി വാങ്ങുന്നതിനും പ്രത്യേകമായിട്ടുള്ള ഒരു സെർട്ടനിറ്റി ഉണ്ടായിരിക്കണം. അതായത് നികുതിദായകർക്ക് നികുതി കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. ഇത് എന്തിനാണ് ഇത് നികുതി നൽകുന്നത് എന്നത് അവര് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. നെക്സ്റ്റ്, കാനൺ ഓഫ് ഇക്കോണമി. മിതവ്യയം, അതായത് ഒരു മിതമായ രീതിയിൽ നികുതി പിരിക്കാൻ അതിനുള്ള എക്സ്പെൻസ്, നികുതി പിരിക്കുന്നതിനുള്ള എക്സ്പെൻസും വളരെ മിതമായ രീതിയിൽ ഉണ്ടായിരിക്കണം. നികുതി പിരിവിന്റെ ചെലവ് ഭീമമായാൽ തന്നെ നികുതിയേക്കാൾ കൂടുതൽ, അതിന് നികുതി പിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്നു. അതുകൊണ്ട് മിതവ്യയം പാലിക്കേണ്ടതാണ്. കൂടാതെ അധികം പ്രാധാന്യമില്ലാത്ത കുറെ കാനണും ഉണ്ട്. അതാണ് കാനൺ ഓഫ് പ്രൊഡക്ടിവിറ്റി, കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി, കാനൺ ഓഫ് ഇക്കോണമി, എക്സെട്ര. അതിലൊന്നും പറയാം. കൂടാതെ കുറച്ച് ഉണ്ടല്ലേ, പ്രൊഡക്ടിവിറ്റി, ഇലാസ്റ്റിസിറ്റി, ഡൈവേഴ്സിറ്റി, സിംപ്ലിസിറ്റി, കോർഡിനേഷൻ പറയാം. ഇല്ല, കൂടാതെ വേറെ കുറച്ച് കാനൺ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നോക്കാം. Productivity, elasticity, simplicity, diversity, coordination. മറ്റു ചില പ്രിൻസിപ്പിൾസ് ആണ് കാനൺ ഓഫ് പ്രൊഡക്ടിവിറ്റി, കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി, കാനൺ ഓഫ് സിംപ്ലിസിറ്റി, കാനൺ ഓഫ് ഡൈവേഴ്സിറ്റി, കാനൺ ഓഫ് ബോയൻസി. ഇത്രയും പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കണം ഒരു നല്ല ടാക്സ് സിസ്റ്റത്തിന്. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒരു ഗുഡ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ബാലൻസ്ഡ് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഇതിനെല്ലാം ഒരു നല്ല ടാക്സ് സിസ്റ്റം ആവശ്യമാണ്. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകൾ
ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു ടാക്സ് ഇസ് എൻ ഈവിൾ. ടാക്സ് എന്ന് പറയാ, അത് ടാക്സ് എന്ന് പറയുന്നത് ഒരു ഈവിളാണ്, ടാക്സ് പിരിക്കുന്നത് കുറ്റമാണ് എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. പക്ഷേ ആധുനിക സമൂഹത്തിലെ ടാക്സ് വളരെ നെസസറിയാണ്. രാജ്യത്തിന്റെ പുരോഗതിക്കും ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ടാക്സ്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഗ്യാപ്പ് നികത്തുന്നതിന് ടാക്സ് ആവശ്യമാണ്. ഒരുപാട് പേരുടെ കയ്യിൽ പണം ഒന്നുകൂടുന്നത് തടയുന്നതിന് വേണ്ടി തന്നെയാണ് പ്രോഗ്രസീവ് റേറ്റ് ഓഫ് ടാക്സേഷൻ, ഇൻകം ടാക്സ് എക്സെട്ര തുടങ്ങിയതൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ടാക്സ് സിസ്റ്റം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റിക്ക് മസ്റ്റ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ്, പബ്ലിക് ഫിനാൻസ് എന്താണ്? ഫിനാൻസ് ഓഫ് ദ പബ്ലിക്. ഇറ്റ് ഡീൽസ് വിത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ്. ഒരു നല്ല ഒരു ടാക്സ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള്, ഫീച്ചേഴ്സ്, അതിന്റെ കാനൻസ്, ഇത്രയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.